അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ 3-ാം ക്ലാസ്സിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പിൻ്റെ ജനറൽ പാർട്ട് ഇട്ടപ്പോൾ പല ആളുകളും മദ്രസ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ മദ്രസയുടെ ക്ലാസ്സും കൂടെ നിർബന്ധമായതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി 3, 4, 5, 6 വരെ ജനറൽ പാർട്ട് ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാ ക്ലാസ്സിൻ്റെയും ജനറൽ പാർട്ടും അതുപോലെ തന്നെ മദ്രസയുടെ ഭാഗവും ഫുള്ളായിട്ട് എന്ത് ചെയ്യും, ഘട്ടം ഘട്ടമായിട്ട് വരും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മദ്രസയുടെ മുഴുവൻ ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് സ്കൂളിൻ്റെ ജനറൽ സ്കൂൾ പാർട്ടിൻ്റെ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യും. സ്കൂൾ പാർട്ടിന് മുമ്പ് കേട്ട ആൾക്കാർ കേൾക്കേണ്ടതില്ല, അവിടെ ചെറുക്ക് എന്ത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും നടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്, ദ ഏജ് ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെൻ ഹിസ് ഗ്രാൻഡ് ഫാദർ അബ്ദുൽ മുത്തലിബ് ഡൈഡ്. എത്ര വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 8 വയസ്സാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത, ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ബിഗ്ഗസ്റ്റ് മുഅ്ജിസത്ത് ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വരുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം നിലനിൽക്കുന്ന ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഷആഇറുള്ളയിൽ ഉൾപ്പെടാത്തത്, അള്ളാഹുവിൻ്റെ ഷആഇർ അല്ലേ, അള്ളാഹുവിൻ്റെ എന്താ പറയുക ചിഹ്നങ്ങൾ അല്ലേ, ചിഹ്നങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ ഉൾപ്പെടാത്തത് നമ്മൾക്ക് സാധാരണഗതിയിൽ എല്ലാവരും ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാൻ ചിലപ്പോൾ കാണാം, എന്നിട്ട് ഏതെങ്കിലും ഒന്ന് നല്ല വിഷയങ്ങൾ എന്തെങ്കിലും കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങാടികളാണ് കേട്ടോ അതിൽ ഉൾപ്പെടുന്ന, ഷായറിൽ ഉൾപ്പെടില്ല, അങ്ങാടികൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബിഫോർ എന്ന അറബി പദത്തിൻ്റെ പദം അല്ലേ, അറബിക് വേർഡ് ഫോർ ബിഫോർ ഏതാ? ഖബൽ എന്ന് പറയും അല്ലേ. ബഅദ് ശേഷം, ബൈന ഇടയിൽ, മൻ അല്ലേ, മൻ എന്ന് പറഞ്ഞാൽ ആര്, ഇവിടെ ഉത്തരം വരുന്നത് ഖബൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപായപ്പെടുത്തുന്ന ബഹീറ അബൂ ത്വാലിബിനോട് പറഞ്ഞ വിഭാഗം അല്ലേ, ഗ്രൂപ്പ് ടോൾഡ് ബൈ ബഹീറ ടു അബ്ദുൽ മുത്തലിബ് ദാറ്റ് മേ സ്ലേ ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ? ജൂതന്മാരാണ് അപായപ്പെടുത്തുന്നു പറഞ്ഞു. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല എന്ന് ഈ പറഞ്ഞ നബി വചനത്തിൻ്റെ ഉദ്ദേശം എന്താ? സത്യവിശ്വാസികൾ മോഷ്ടിക്കരുത് അല്ലേ, അതൊരു ഉദ്ദേശമാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ വിഭാഗത്തിൽ പെടാത്തത് അല്ലേ, ഇതിൽ 4 ആളുകളെ പേര് കൊടുത്തിട്ടുണ്ട്. 3 ആൾ ഒരു പ്രത്യേകതപ്പെട്ട ആൾക്ക് ഒരേ പ്രത്യേകതയാണുള്ളത്, ഒരാൾക്ക് പ്രത്യേകത ഇല്ല. ഏതാ? ഹഫ്സയാണ് ഇതിൽ ഉത്തരമായിട്ട്, ഹഫ്സ റളിയല്ലാഹു അൻഹയാണ്. അതെന്താ? റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. റുഖിയ, ഉമ്മു കുൽസു, ഫാത്തിമ എന്നിവരൊക്കെ മക്കളാണ് കേട്ടോ, പെൺമക്കളാണ്. 8 അൽ അർഹാം എന്ന് ശരിയായ അർത്ഥം എന്താ? കുടുംബക്കാർ എന്നാണ് അർത്ഥം കേട്ടോ. അർഹാം എന്ന് പറഞ്ഞാൽ കുടുംബക്കാർ, റിലേറ്റീവ്സ്. നബിമാർ പാപം ചെയ്യുകയില്ല, കാരണം എന്താ? അവർ അള്ളാഹുത്താല തിരഞ്ഞെടുത്തവരാ അല്ലേ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തൂനും മക്ഹൂലുമായിരുന്നു അല്ലേ, സുറുമയിടപ്പെട്ടവരും അതുപോലത്തെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരും ആയിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അത് എപ്പോഴുള്ള സംഭവമാണ് ഉദ്ദേശിക്കുന്നതായിരുന്നു അല്ലേ. അതെപ്പോഴാണ്? ജനന സമയത്ത് അത്ഭുതമാണ് അല്ലേ, ജനിക്കുമ്പോൾ തന്നെ മക്ഹൂലും മഖ്തൂനുമായിരുന്നു അല്ലേ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, വ ഇലൈഹിൻ നുഷൂർ എന്നവസാനിക്കുന്ന ദിക്ർ ചെല്ലേണ്ട സമയം അല്ലേ. അൽഹംദുലില്ലാഹി ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുഷൂർ അല്ലേ. ഇലൈഹിൻ നുഷൂർ ഏതാ? ഉണർന്ന ഉടനെ. അതിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ഇലൈഹിൻ നുഷൂർ, അതെവിടെ? ഉണർന്ന ഉടനെ അല്ലേ, സൂൺ ആഫ്റ്റർ വൈക്കിംഗ് അപ്പ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഉസ്താദ് ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ കുട്ടികൾ സലാം പറഞ്ഞു. അത് ശരിയായ രീതിയല്ല, കുട്ടികളെ സലാം പറഞ്ഞു അല്ലേ. എന്താ കാരണം? കുട്ടികളാണ് വലിയ സംഘമല്ലേ. അപ്പോൾ എന്താ, വലിയ സംഘം ചെറിയ സംഘത്തോട് സലാം പറയുന്നല്ലേ, അല്ല ചെറിയ സംഘം വലിയ സംഘത്തോട് അല്ലേ, ചെറിയ സംഘം വലിയ ഉസ്താദ സലാം പറയേണ്ടത്, കുട്ടികളെ എവിടെ പറഞ്ഞത്? അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക അല്ലേ, ചെറിയ സംഘം വലിയ സംഘത്തോട് സലാം പറയണം, അതാണ് അതിൻ്റെ കാരണം കേട്ടോ. ചെറിയ സംഘമായ ഉസ്താദ് ഒരാളല്ലേ ഉള്ളൂ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, സിൻവാനിലെ സുക്കൂനുള്ള നൂനിന് ശേഷം എന്ത് വന്നു? വാവ് ഉണ്ട്. സാക്കിന നൂനിൻ്റെ തൻവീന് ശേഷം വാവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്നയാണ്, നൗമിയിലെ അക്ഷരമാണല്ലോ. പക്ഷേ ഗുന്നത്ത് ചെയ്യുന്നില്ല, എന്താ കാരണം അല്ലേ? ഇൻ സിൻവാൻ ദർ ഇസ് വാവ് ആഫ്റ്റർ നൂൻ വിത്ത് സുക്കൂൻ ബട്ട് ഗുന്ന ഈസ് നോട്ട് ഡൺ. വൈ?
എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അത് കാരണം ഒരേ കലിമത്തിൽ വരാൻ പാടില്ല, വ്യത്യസ്ത കലിമത്തിലാണ്. അപ്പോഴാണ് ഇദ്ഗാം ബിഗുന്ന ചെയ്യേണ്ടത്. അവിടെ ഉത്തരം നൂനിന് ശേഷം അല്ല, ഒരേ പദത്തിൽ, നൂനും വാവും ഒരേ പദത്തിലായതുകൊണ്ടാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. 14ാമത്തെ ക്വസ്റ്റ്യൻ, അർറാഹുസ്തഗ്ന, അടിവരയിട്ട ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എന്താ? നൂന് മണിക്കാതെ ചേർത്ത് ഓതണം അല്ലേ? നൂന് മണിക്കാൻ പാടില്ല. അത് ഇദ്ഗാമും ബിലാഗുന്നയാണ് അല്ലേ? മണിക്കാതെ ചേർത്ത് ഓതണം. അപ്പോൾ ഓപ്ഷൻ എ വരും അല്ലേ? അങ്ങനെ തന്നെ വരാം. മറ്റേ മണിച്ചുകൊണ്ട് നൂനിനെ മണിമാക്കിയല്ല അല്ല, ഓപ്ഷൻ എ വരും കേട്ടോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, അലീമും ബില്ലാലിമീൻ, അലീമും ബില്ലാലിമീൻ അല്ലേ? മീമിനെ ബാക്കി മറിച്ച് ഇഖ്ലാബ് ചെയ്യണം അല്ലേ? തൻവീൻ നൂനല്ല തൻവീൻ അല്ലേ? അലീമെന്നല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഓപ്ഷൻ സി വരും ഉത്തരം. 16ാമത്തെ ക്വസ്റ്റ്യൻ, അല്ലമൽ ഇൻസാന മാലം യഅലം അല്ലേ? ഈ ആയത്തിൻ്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി ഓഫ് ദ വേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത? ആയത്തിൻ്റെ പ്രത്യേകത അവസാനം ഇറങ്ങിയ ആയത്ത് അല്ല, ആദ്യം ഇറങ്ങിയ, അവസാനം ഇറങ്ങിയ ഒത്തക്കൊയ്യോമൻ തുറച്ചോമൻ ഫീഹില്ല അല്ലേ? സൂറത്ത് ബക്കറയിലായത്ത് അവസാനം ഇറങ്ങിയതല്ല, ആദ്യം ഇറങ്ങിയ ഇഖ്റ ബിസ്മിയിലായത്താണ് അല്ലേ? ഇഖ്റ ബിസ്മി. അപ്പോൾ എന്താ? ഓപ്ഷൻ ഡി വരും, ആദ്യം അവതരിച്ച ആയത്തുകളിലൊന്ന്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ ഖത്തം ചെയ്യുക എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? മുഴുവൻ ഓതി തീർക്കുക അല്ലേ? ഓപ്ഷൻ ബി വരും. 18ാമത്തെ ക്വസ്റ്റ്യൻ, സുക്കൂനുള്ള നൂനിന് ശേഷം ഗൈന് ഹാ അല്ലേ എന്നീ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഹാറിൻ്റെ വ്യക്തമാക്കി ഓതണം അല്ലേ? നൂനിനെ വ്യക്തമാക്കി ഓതണം. ഓപ്ഷൻ എവിടെ? ഓപ്ഷൻ സി വരും, ഇദ്ഹാർ ചെയ്യുക അല്ലേ? ഇനി മുസ്ഹഫിലെ ക്രമപ്രകാരം 19ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ക്രമപ്രകാരം സൂറത്തു തകാസുറിന് ശേഷമുള്ള സൂറത്ത് ഏതാ? സൂറത്തുൽ അസ്റാണ് അല്ലേ? വൽ അസ്ർ അല്ല സൂറത്ത്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, ദുഷ്പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ സ്വകാര്യ ഭാഗത്തെ കാക്കണേ എന്നർത്ഥമുള്ളത് ഏതാ? വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ് കേട്ടോ. ഓപ്ഷൻ ഡി വരും. അതുപോലെ 21ാമത്തെ ക്വസ്റ്റ്യൻ, അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാകുന്ന ഒരു വസ്ത്രധാരണ രീതിയാണിത്. സ്ത്രീ പുരുഷ വേഷം ധരിക്കൽ, പുരുഷൻ സ്ത്രീ വേഷം ധരിക്കൽ ഒക്കെ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയാവുന്നതാണ്. ഓപ്ഷൻ സി വരും. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടി ഉച്ചയ്ക്ക് മുമ്പ് ആ ദിവസത്തെ ളുഹർ നിസ്കരിച്ചു എങ്കിൽ എന്താ? ആ നിസ്കാരം സ്വീകാര്യമല്ല അല്ലേ? ഷർത്ത് പാലിക്കാത്തതുകൊണ്ട് സ്വീകാര്യമല്ല. ഷർത്താണല്ലോ എന്ത്? സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് കേട്ടോ. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഷമീർ മുൻകൈ കഴുകി, മുഖം കഴുകി, കൈകൾ കഴുകി, തല തടവി, ചെവി തടവി, അങ്ങനെ കാല് കഴുകി വുളൂ പൂർത്തിയാക്കി. വുളൂഇൻ്റെ ഫർള് അല്ലാത്തത് ഏതൊക്കെയാണ് ഇതിൽ? ഓപ്ഷൻ എ വരും, മുൻകൈ കൈകളും ചെവി തടവലും. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കർമ്മം ശരിയാകാൻ ആവശ്യമുള്ള നിബന്ധനയാണ് ഇത് എന്നുള്ളത്, ഷർത്ത് എന്നുള്ളത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്ത് ഏതാ? സൂറത്തുൽ കൗസർ. ഓപ്ഷൻ ബി. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. അവിടെ എന്താണ് ആ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ചിഹ്നം അല്ലേ? അങ്ങനത്തെ ഒരു ചിഹ്നം. ഈ ചിഹ്നം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഓതിയാൽ സുജൂദ് ചെയ്യണം, സജദയുടെ ആയത്തിലാണ് അല്ലേ? ഫസ്ജുദ് ഒക്കെ തെരിവ കണ്ടിട്ടില്ലേ? അതുപോലെ 27ാമത്തെ ക്വസ്റ്റ്യൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ അല്ലേ? അത് ആവർത്തിച്ച് വരുന്ന സൂറത്ത് ഏതാ? സൂറത്തുർ റഹ്മാൻ, റഹ്മാൻ സൂറത്തിലാണ്, ഖുർആൻ്റെ മണവാൾ എന്നൊക്കെ അറിയപ്പെടുന്ന സൂറത്ത്. 28, പരിപാലനമില്ലാത്ത വീട് പോലെയാണ് എന്ത്? ഖുർആൻ തീരെ മനസ്സിലില്ലാത്ത ആളുകളിലെ, ഖുർആൻ അല്പം പോലും മനഃപ്പാടമാക്കാത്തവർ അല്ലേ? പരിപാലനമില്ല വീട് പോലെയാണ്. 29, ലാ യഅസൂന അല്ലാഹ മാ അമറഹും. ഖുർആൻ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെയാണ്? മലക്കുകളെയാണ് വിശേഷിപ്പിച്ചത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ തുമറൂന അല്ലേ? 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്ലാമിൽ ആരാധനകളെ പറ്റി പഠിപ്പിക്കുന്ന ഏതാ? ഫിഖ്ഹിലാണ് ആരാധനകളെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഖായിദ, വിശ്വാസം, തജ്വീദ്, ഖുർആൻ പാരായണ നിയമങ്ങളൊക്കെ കേട്ടോ. ഇനി ആണ് പെട്ടെന്ന് പറഞ്ഞു പോകണം, കാരണം ഒരട്ടം ഇത് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതി, അതൊക്കെ എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാവുന്ന കേട്ടോ, ഒഴിവാക്കുന്നുണ്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി ലാവ. 32ാമത്തെ ക്വസ്റ്റ്യൻ, എർത്ത് റൊട്ടേഷൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ, വീനസ്, ഓപ്ഷൻ എ. 34ാമത്തെ ക്വസ്റ്റ്യൻ, റാൽഫ് ബിയർ. 35ാമത്തെ ക്വസ്റ്റ്യൻ, റെഡ് ഫോർട്ട്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിൽഡിംഗ് ഹെറിറ്റേജ്, ഓപ്ഷൻ ഡി. 37ാമത്തെ ക്വസ്റ്റ്യൻ,
ബാലഗംഗാധര തിലക്, ഓപ്ഷൻ എ. 38ാമത്തെ ക്വസ്റ്റ്യൻ ഗ്ലോബൽ വാർമിംഗ്. 39ാമത്തെ ക്വസ്റ്റ്യൻ പ്രിയങ്ക് കനുഗോ. 40ാമത്തെ ക്വസ്റ്റ്യൻ സുക്രോസ്, ഓപ്ഷൻ ഡി. 41ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒന്ന് വിട്ടുപോയതുകൊണ്ടത്. അതായത് വിച്ച് ന്യൂട്രിയൻ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. ഇത് പല്ലിൻ്റെയും അതുപോലെ തന്നെ എല്ലുകൾ, അസ്ഥികളുടെയും ദന്തങ്ങളുടെയൊക്കെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷകം ഏതെന്നുള്ളതാണ്. അത് പോഷകം എന്ന് വെച്ചാൽ നേരം പോലെ കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെയാണ് വരേണ്ടത്. വിറ്റാമിൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് വിറ്റാമിൻ ഡി വരേണ്ടത്. കുഴപ്പമില്ല, എന്നാലും പറയാം. പക്ഷെ അതുകൊണ്ട് റിയലായിട്ട് നല്ലത് കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ആയിരുന്നു കൂടെ ഉചിതം കേട്ടോ. കുഴപ്പമില്ല. ഇതിലുള്ളതിൽ ഓപ്ഷൻ ഡി ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ പയ്യോളി, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കേട്ടോ. പി ടി ഉഷയാണ് കേട്ടോ മേലെ മുകളിൽ. ഓക്കെ. 43ാമത്തെ ക്വസ്റ്റ്യൻ ഷി അല്ലേ, ഒക്കെ വിശദീകരിച്ച് കഴിഞ്ഞാണ് ക്ലാസ് മുമ്പത്തെ കാണാൻ ഷെയറാവും കേട്ടോ. 44ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി, നൗണായിട്ട് വരുന്ന ഓപ്ഷൻ ബി. 45ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി. 46ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി അല്ലേ. 47ാമത്തെ ക്വസ്റ്റ്യൻ മാത്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സിൽ. ഓപ്ഷൻ എ ആണ് വരിക. എങ്ങനെ വന്നതിൽ കാണും കേട്ടോ. 48ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്. 49ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ 24 ഓപ്ഷൻ സി ആണ് അല്ലേ. ഇത്രയാണ് ഇതിൽ പറയാനുള്ള എല്ലാ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.